DNA എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സീക്രട്ട് കോഡാണ്. ദ സീക്രട്ട് കോഡ് ഓഫ് അവർ ലൈഫ്. ഇറ്റ്സ് എ ലൈഫ്സ് വാട്സപ്പ് മെസ്സേജ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജാണ്. നമ്മുടെ ശരീരത്തിലേക്ക് എവിടെയെങ്കിലും നോക്കിയാൽ നമ്മുടെ DNA കാണാൻ പറ്റുമോ? പിന്നെ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്? ഹാവ് യു എവർ തോട്ട് ഇഫ് യു കനോട്ട് ഈവൻ സീ DNA, ഹൗ ക്യാൻ സയൻറ്റിസ്റ്റ് എഡിറ്റ് ഇറ്റ്? DNA is like a Wi-Fi. You don't see the signal, but it controls our internet and everything. DNA എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വാട്സപ്പ് ചാറ്റിൽ നമുക്കൊരു മെസ്സേജ് വരികയാണ് അല്ലേ? നമുക്ക് ആ ചാറ്റ് കാണാനൊന്നും പറ്റില്ലല്ലോ, പക്ഷെ ആ മെസ്സേജ് നമ്മളോട് എത്തുന്നുണ്ടല്ലോ. ഇതുപോലെയാണ്. എന്താണ് DNA? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. അപ്പോൾ നമുക്ക് ഒരു പുസ്തകം കിട്ടുക, നമുക്കിപ്പോൾ ഒരു TV പുതിയത് വാങ്ങിയാൽ അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടുമല്ലോ. ഇറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓഫ് യുവർ ബോഡി. ഇറ്റ് ടെൽസ് യുവർ ബോഡി ഹൗ ടു ലുക്ക്, ഗ്രോ ആൻഡ് ഫങ്ഷൻ. നമ്മുടെ ശരീരം എങ്ങനെ വളരണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞു തരുന്നത് ഈ DNA ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പം ഒരു റെസിപ്റ്റ് ബുക്കാണ് DNA എന്ന് പറഞ്ഞാൽ. അതിലുള്ള ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഇൻഡിവിജ്വൽ റെസിപ്റ്റ്സ് ആണ്. ഇഫ് DNA ഹാഡ് എ റെസിപ്റ്റ്സ്, സം പീപ്പിൾസ് ആർ എക്സ്ട്രാ സ്പൈസി. അതിലൊരു നമ്മളിപ്പോൾ ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമെന്താണ്? അവരെ ശരീരം എന്ന റെസ്റ്റോറൻറ്റിൽ ആ ഒരു DNA റെസിപ്പേ ഉള്ളൂ, അതുകൊണ്ട് അവർ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് നിങ്ങളോടുള്ളത് കൊണ്ടൊന്നല്ല. മനസ്സിലായോ? DNA സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ചുരുണ്ടു പോകുന്ന ഒരു കോണി പോലെയാണിത്. എ ട്വിസ്റ്റഡ് ലാഡർ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡബിൾ ഹെലിക്സ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പടവുകളായിട്ട് എന്തുണ്ട്? നൈട്രജൻ ബേസ് ഉണ്ട്. സൈഡിലൂടെ എന്താണ്? ഷുഗറും ഫോസ്ഫേറ്റ്സുമാണ്. നൈട്രജൻ ബേസ് നമുക്കറിയാം 4 തരം ബേസുകളാണ് കാണുന്നത്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിൽ എ എന്ത് ചെയ്യും? തൈമിനോട് പെയർ ചെയ്യും, ജി സിനോട് പെയർ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ടിയുടെ ഒരു ജോഡിയാണ്, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ ജോഡിയാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്താണ്? ഒരു ക്ലാസ്സിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ഒരിക്കലും വേർപിരിയാതെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ക്ലാസ്, ദേ നെവർ ലീവ്സ് ഇറ്റ്. ഹൗ മച്ച് ഈസ് ദ സൈസ് ഓഫ് DNA? എത്ര വലിപ്പമുണ്ട് ഈ DNAക്ക്? നമ്മളിപ്പോൾ ഒരു ആളുടെ ഒരു ശരീരത്തിലെ ഒരു കോശത്തിൽ നിന്ന് ഒരു DNA എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ 2 മീറ്ററോളം നീളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇഫ് യു സ്ട്രെച്ച് DNA ഫ്രം ദ സെൽ, ഇറ്റ്സ് അബൌട്ട് 2 meters ലോങ്. നമ്മുടെ ശരീരത്തിലെ മൊത്തം DNA എടുത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു ഭൂമിയെ 1,00,000 തവണ ചുറ്റാനുള്ള അത്രയും ദൈർഘ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. All DNA in your body can wrap around Earth millions of times. Oh, what a wonder! ഒരു വലിയൊരു സാരി ചെറിയൊരു ബോക്സിലേക്ക് ഫില്ല് ചെയ്യുന്നത് പോലെയാണ് ഈ DNA നമ്മുടെ കോശങ്ങളിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ക്രോമസോം? DNA is tightly packed into chromosome. DNA ക്രോമസോമുകളായി ഇങ്ങനെ ചുരുട്ടി വച്ചിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോംസ് ഉണ്ട്. 23 പെയേഴ്സ്, 23 ഇരട്ടകളായിട്ട്. നമുക്കറിയാം അതിൽ ഒരു ക്രോമസോം മനുഷ്യൻ്റെ സെക്സ് നിർണ്ണയിക്കുന്നതാണ്. പെണ്ണാണെങ്കിൽ XX-ഉം ആണാണെങ്കിൽ XY-യുമാണ്. എന്താണ് ജീൻ?
ജീൻസ് ആർ സ്മോൾ സെഗ്മെൻറ്റ്സ് ഓഫ് DNA that controls your future. Genes are small segments of DNA that controls your features. ജീനുകൾ എന്ന് പറഞ്ഞാൽ DNA-യിലെ ചെറിയ ഒരു ഭാഗമാണ്. നമ്മുടെ സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ജീനുകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിൻ്റെ കളർ, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ ഇതിൻ്റെ വളർച്ച, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് ഈ ജീനുകളാണ്. പല കുട്ടികളൊക്കെ എന്താ ചെയ്യാറുള്ളത്, അവരുടെ ഹൈറ്റ്, അവരുടെ കണ്ണിൻ്റെ കളറൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഇത് നിങ്ങൾ ജീനുകൾ എഴുതി തന്നതാണ്, അത് മാറ്റാൻ നോക്കേണ്ട ആവശ്യമില്ല. അത് ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിൽ അസംതൃപ്തരാവേണ്ടിയും കാര്യമല്ല, ജീനുകളാണ്. യുവർ ഹെയർ സ്റ്റൈൽ താങ്ക് യുവർ ജീൻസ്, നോട്ട് യുവർ ബാർബർ. നിങ്ങളെ ഹെയർ സ്റ്റൈൽ ആലോചിച്ചിട്ട് നിങ്ങളുടെ ജീനുകളോട് നന്ദി പറയാം, അല്ലാതെ നിങ്ങൾ ബാർബറെ കുറ്റപ്പെടുത്തണ്ട, അല്ലെങ്കിൽ ബാർബറെ അഭിനന്ദിക്കേണ്ട. സയൻറ്റിസ്റ്റ് ക്യാൻ എഡിറ്റ് DNA യൂസിങ് CRISPR ടെക്നോളജി. CRISPR സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾ DNA മാറ്റങ്ങൾ വരുത്താൻ പറ്റും. എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്! ഒരുപാട് രോഗങ്ങൾ ചികിത്സിക്കാൻ ഇത് സഹായകരമാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങളൊക്കെ വരുന്നത് മുമ്പേ തടയാൻ വേണ്ടി ഈ ജീൻ എഡിറ്റിങ്ങിലൂടെ സാധ്യമാവും. ക്രോപ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്കുള്ളിൽ ഒരു കോഡുണ്ട്, ലോകത്തിലെ ഏത് കമ്പ്യൂട്ടറിനേക്കാളും ശക്തമാണിത്. ദർ ഈസ് എ കോഡ് മോർ പവർഫുൾ ദാൻ കമ്പ്യൂട്ടർ ഇൻസൈഡ് അസ്. You are not just a student, you are a walking DNA miracle.